റെക്ടിഫയറിന്റെ ഒന്ന് രണ്ട് ഡീറ്റെയിൽസ് കൂടെ നമുക്ക് കാണാനുണ്ട്. ഏറ്റവും ആദ്യം നമ്മൾ കണ്ട എന്താ വെച്ചാൽ, സി വെൻ യു അപ്ലൈ എ വോൾട്ടേജ് ലൈക്ക് ദിസ് ഹിയർ, ലെറ്റ് us say this is plus, this is minus. ഓക്കെ, ഇതിൽ ഈ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആണ്, ഈ ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു റെക്ടിഫയർ സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ മാക്സിമം ഇൻവേഴ്സ് വോൾട്ടേജ് കമ്മിങ് അക്രോസ് എ ഡയോഡ്. ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് വെച്ചാൽ എന്താ, ഈ ഡയോഡ് എടുക്കുക, D2 എടുക്കുക, ഇറ്റ് ഈസ് റിവേഴ്സ് ബയാസ്. ഇതിങ്ങനെ റിവേഴ്സ് ബയാസ് പൊസിഷനിൽ ഇരിക്കുമ്പോൾ എത്ര വോൾട്ടേജ് ഒരു മാക്സിമം ഇതിന്റെ ഈ രണ്ട് ടെർമിനലൊക്കെ ഉണ്ടാകാം. കാരണം എന്താ വെച്ചാൽ, നമ്മുടെ ഡയോഡ് ഒരു ഡയോഡ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇതിനെ റിവേഴ്സ് ബയസ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്ന വോൾട്ടേജിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതിന് കൂടുതൽ പോയി കഴിഞ്ഞാൽ ഡയോഡ് നശിച്ചു പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ടിൽ രണ്ട് ഡയോഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആണ്. We have to ensure that the maximum voltage that is developed across these two terminals is actually lesser than the maximum possible for this diode. ഈ ഡയോഡിനെ എത്രയാണോ താങ്ങാൻ കഴിയുക അതിനും താഴെ ആയിരിക്കണം നമ്മൾ കൊടുക്കുന്ന ഇവിടെ ഈ രണ്ട് ടെർമിനലിനിടയ്ക്ക് റിവേഴ്സ് ബയസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വോൾട്ടേജ്. പ്രത്യേകം പറഞ്ഞത് റിവേഴ്സ് ബയസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഫോർവേഡ് ബയസിന്റെ കാര്യം. ഫോർവേഡ് ബയസിന്റെ നോ പ്രോബ്ലം. ഓക്കെ, കാരണം റിവേഴ്സ് ബയസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഇത് ഇയാൾ ശരിക്കും പറഞ്ഞാൽ വളരെ വലിയ റെസിസ്റ്റൻസ് പോലെയാണ്. ഈ രണ്ടിടയ്ക്ക് ടെർമിനലിനിടയ്ക്ക് നല്ലൊരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. ഈ വോൾട്ടേജ് പരിധി വിട്ട് പോയി കഴിഞ്ഞാൽ ദ ഡയോഡ് വിൽ ബി ഡിസ്ട്രോയ്ഡ്. ഓക്കെ, ദ PN ജംഗ്ഷൻ വിൽ ബി ഡിസ്ട്രോയ്ഡ്. അപ്പൊ അതിനായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്, വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് വാട്ട് ഈസ് കോൾഡ് ആസ് ദി പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. ഓക്കെ, ഫുൾ വേവ് സെന്റർ ടാപ്പ് റെക്ടിഫയറിന്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എത്ര? ഓക്കെ, so it is peak inverse voltage, PIV. ഓക്കെ, ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മളിവിടെ VM എന്നുള്ളൊരു വോൾട്ടേജ് ആണ് ഇവിടെ വരുന്നത്, ഇവിടത്തേക്ക് വരുന്നതെന്ന് കേട്ടോ. ഓക്കെ, ദിസ് VM is split like this. ഇപ്പൊ നോക്കിയേ, ഈ രണ്ട് ടെർമിനലിനിടയ്ക്ക് എത്ര വോൾട്ടേജ് ഉണ്ട്? ഇറ്റ് ഈസ് ആക്ച്വലി 2M. ഇത് എങ്ങനെ വന്നു എന്ന് അറിയണമെങ്കിൽ യു ഹാവ് ടു ആക്ച്വലി ഗോ ടു ട്രാൻസ്ഫോമർ തിയറി. ഇത്ര നമ്മൾ പോകുന്നില്ല, തൽക്കാലം നമ്മൾ ഇത്ര അറിഞ്ഞിരിക്കുക. ഈ VM എന്നുള്ള ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വോൾട്ടേജ് അക്രോസ് സെക്കൻഡറി വിൽ ബി സ്പ്ലിറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ഈ V കണക്കാക്കണ്ട, ദിസ് ഇസ് ദ പ്രൈമറി. വി ആർ നോട്ട് ലുക്കിംഗ് അറ്റ് ദ പ്രൈമറി. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ഡയോഡിന് അക്രോസ് എത്ര വോൾട്ടേജ് വരുന്നത് നോക്കിയാൽ ഇതും ഇതും, കാരണം അവർക്ക് ഇത് ഫോർവേഡ് ബയസർ ആണ്. ഇതിങ്ങോട്ട് വന്ന് ഇങ്ങോട്ടൊക്കെ കണക്ഷൻ ഉണ്ട്, ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് അല്ലെ. ഇവിടെ വരുമ്പോ ഇതും ഇങ്ങനെ ഈ ലീഡ് അല്ലെ, ഇത് വരുന്ന ഇത് ഇവിടുന്ന് വരുന്നത് അല്ലെ. സോ യു ക്യാൻ സീ ദാറ്റ് ദിസ് VM ആൻഡ് ദിസ് VM ഹാവ് ടു ആഡ് അപ്പ്, ഗിവിംഗ് യു എ ടോട്ടൽ ഓഫ് 2VM. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് full way rectifier, the peak inverse voltage is PIVs, twice that of the voltage maximum voltage across secondary. Or VM में obviously this is actually VM. V is actually M sin omega t. M for maximum. നിങ്ങളുടെ ടെക്സ്റ്റിൽ അതേപോലെ ഉപയോഗിച്ചതേ ഉള്ളൂ. V0 വേണമെങ്കിലും വിളിക്കാം. ഇത് VM നിലനിൽക്കുകയാണെങ്കിൽ V0 എന്ന് വിളിക്കാം, പ്രശ്നം പ്രോബ്ലം. അപ്പോൾ the peak inverse voltage across the for the full rectifier is twice the maximum voltage developed across the secondary turns of the step down transformer. Okay, so that is what is called as peak inverse voltage. ഇനി നമുക്ക് അറിയേണ്ട എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് നമ്മൾ കണ്ടു അല്ലെ. ഈ നമ്മുടെ ഫുൾ വേവ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് നമ്മൾ കണ്ടതാണ്. ഇറ്റ് ഇസ് ലൈക്ക് ദിസ്. This is the output. Now the input, we know the input will look like this. The input ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കറിയേണ്ടത് what is the output frequency of the full wave rectifier. കാരണം ഫ്രീക്വൻസി എന്ന് പറയാൻ കാരണം സംശയം. അപ്പോൾ DC അല്ലേ ചോദിച്ചാൽ ഓക്കെ DC ആണ്, പക്ഷേ ഇറ്റ് ഈസ് പൾസേറ്റിംഗ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇത് നമ്മൾ ഫ്രീക്വൻസി എടുക്കേണ്ടി വരും. AC അല്ലെങ്കിലും നമ്മൾ ഇവിടെ ഫ്രീക്വൻസി എടുക്കുന്നത്, കാരണം എന്താ, ദിസ് ഇസ് പൾസേറ്റിംഗ് DC. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ സാധാരണ എങ്ങനെയാണ്, നമ്മൾ സാധാരണ നമ്മുടെ ഫ്രീക്വൻസിയെ കുറിച്ച് എങ്ങനെയാണ് പറയാറ്?
frequency is the time period when one full wave passes through. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു സൈക്കിളിന്റെ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഈസ് എ ടൈം റിക്വയർഡ് ഫോർ വൺ നോൺ റിപ്പീറ്റിംഗ് പാറ്റേൺ ടു പാസ് ത്രൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിയേ, ഇത് ഒരു നോൺ റിപ്പീറ്റിംഗ് പാറ്റേൺ ഇത്രയും ഇത്രയാണ് ഒരു നോൺ റിപ്പീറ്റിംഗ് പാറ്റേൺ. വാട്ട് അബൌട്ട് ഹിയർ? എത്ര സമയം കൊണ്ട് ഒരു നോൺ റിപ്പീറ്റിംഗ് പാറ്റേൺ കടന്നു പോകുന്നുണ്ട്? കുറച്ച് മുമ്പ് നമ്മൾ കണ്ട മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ട ഇറ്റ് ഈസ് T/2 അല്ലേ? സോ ഐ ക്യാൻ സേ ദാറ്റ് ദ ഫ്രീക്വൻസി ഈസ് or the time period of the full wave rectifier is, let us call it as TF, is actually T/2, where T is a time period of AC. Or what is T? Now T is 2 pi by omega. Omega of this one. Okay. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി നമുക്ക് എല്ലാവർക്കും ഫ്രീക്വൻസി is 1 by time period അല്ലേ? അപ്പോൾ 1 by TF should be equal to the frequency of the full wave rectifier is equal to 2 by T. This is equal to 2F. കാരണം 1 by T എന്നുള്ള F ആണ് അല്ലേ? ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയെന്ന് നോക്കിയേ. എന്താ കിട്ടിയേ? The frequency of the output of the full wave rectifier is twice that of the input frequency. F എന്തെന്നാ? The omega. F is nothing but the frequency in hertz of the input signal അല്ലേ? അപ്പൊ ഈ ഫ്രീക്വൻസിയുടെ ഇരട്ടി ആയിരിക്കും എന്ത്? ഫുൾ വേവ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി. ഓക്കെ, so that is a second point that you have to know. The output frequency is twice that of the input frequency. Okay, ഇനി നമുക്ക് അറിയേണ്ട വേറൊരു പാരാമീറ്റർ എന്താണെന്ന് വെച്ചാല്, so you look at this output. Is pulsating, right? Is pulsating. The output, let us draw it here, is pulsating like this. Is pulsating like this. അപ്പോൾ നമുക്ക് അറിയേണ്ടത് എന്താ വെച്ചാൽ, ഇത് പൾസേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ AC കമ്പോണന്റും ഉണ്ടാവണം അല്ലെ? AC DC കമ്പോണന്റ് ഇല്ലാണ്ട് ഇങ്ങനെ ഒരു സ്ട്രക്ചർ നമുക്കില്ല. DC എന്ന് പറയാൻ കാരണം എന്താ? DC because it is not going down. Why is it called as why should you consider the AC part? Because it is varying. അല്ലെ, pure DC വേരി അല്ലല്ലോ. അപ്പൊ നമുക്കറിയേണ്ടത് ഇതിലെ AC പാർട്ടും DC പാർട്ടും എത്രയാണ്. ഓക്കെ, so I want to know what is IAC by IDC. Okay, ഈ റേഷ്യോ നമ്മളൊരു പേര് പറയും. This ratio is called as the ripple factor. Okay, അപ്പോൾ ripple factor നമുക്ക് കാണാം. അപ്പൊ അത് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ IAC, വാട്ട് ഈസ് ഇതിന്റെ IAC എത്രയുണ്ട്, IDC എത്രയാണ് നമുക്കറിയാം. ഇതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇൻപുട്ട് ഔട്ട്പുട്ടിന്റെ കാര്യമാണ്. ഇതിപ്പോ നമ്മൾ ഔട്ട്പുട്ടിൽ എത്ര AC നമുക്ക് അറിയണം. ഓക്കെ, നമുക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം, ഔട്ട്പുട്ടിന്റെ RMS വാല്യൂ നമുക്ക് അറിയാം. IRMS നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പൊ എനിക്ക് ഇതിന്റെ RMS വാല്യൂ അറിയാം. ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ദി RMS വാല്യൂ ഓഫ് ദിസ് വൺ IRMS square will be equal to IAC square plus IDC square. ഇത് എങ്ങനെ വരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ comes from a power relation. ഓക്കെ, ഇതില് AC കമ്പോണന്റും ഉണ്ട് DC കമ്പോണന്റും ഉണ്ട്. So there will be power due to the AC component and there will be power due to the DC component alone. രണ്ടും കൂടെ ചേർക്കുമ്പോഴാണ് ടോട്ടൽ പവർ കിട്ടുക. The total will be your RMS. അപ്പൊ ശരിക്കും I square വരാൻ കാണുന്നത് ഇതിനെ എല്ലാത്തിനെയും 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നെറ്റ് റെസിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നോക്കിയാൽ യു ആർ ഗെറ്റിംഗ് PRMS സ്ക്വയർ ഇസ് ഈക്വൽ ടു PAC സ്ക്വയർ പ്ലസ് PDC സ്ക്വയർ. ഇവിടെ നിന്നാണ് ഈ റിലേഷൻ, കറണ്ടിന്റെ റിലേഷൻ നമുക്ക് കിട്ടുക. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു യൂസ് ദിസ് റിലേഷൻ IRMS എന്നുള്ള നമുക്ക് കുറച്ച് ഇപ്പുറത്ത് എഴുതാം. സോ
IRMS square is equal to IAC square plus IDC square, so that I can find the value of IAC. IAC square is equal to IRMS square minus IDC square. So IAC is equal to IRMS square minus IDC square, the whole raised to 1 by 2 or the square root. അപ്പോൾ എനിക്ക് IAC ഇങ്ങനെ എഴുതാം, IDC നമുക്ക് നമ്മുടെ കയ്യിലുണ്ട്. Okay, now let us try to calculate this one. Let's try to calculate this one. So this is, let us call it as ripple factor, let me call it as R. So R is equal to root of IRMS square minus IDC square, then IAC, IAC divided by IDC. This is IDC. Okay. ഇനി IRMSന്റെ IDCയുടെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? So this is equal to I0 by root 2 square minus, now what is IDC? It is 2 I0 by pi square divided by now the root, whole raised to 1 by 2 divided by 2 I0 by pi. So this is R. ഇതിൽ I0 പുറത്തെടുക്കാവുന്നേ ഉള്ളൂ അല്ലേ? So it is I0, ഓർക്ക് ഇവിടെ ഇത് രണ്ടും സ്ക്വയർ ആണ്, പുറത്തിറങ്ങുമ്പോൾ സ്ക്വയറും സ്ക്വയർ റൂട്ടും ക്യാൻസൽ ആയി പോകും. So it is just I0 into, now what is coming? This is 1 by 2 minus 4 by pi square raised to 1 by 2 divided by 2 by pi. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. Oh sorry, there is I0 here. I0 വെട്ടിപ്പോവും. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ we will find that it is a pure number, as you can see. This R will come out to be 0.48. Okay, now what does this tell you? It tells you that IAC by IDC is equal to 0.48. So I can say IAC is equal to 0.48 IDC. For approximate, this is IDC by 2. Kana 0.4 ആണെങ്കിൽ 0.5 ആയിട്ട് എടുക്കും. 0.5 1 by 2 ആണ്. So this is IAC. അതായത് നമ്മുടെ ഫുൾ വേവ് റെക്ടിഫയറിലെ ഔട്ട്പുട്ടിൽ AC കമ്പോണന്റ് DC കമ്പോണന്റ് പകുതിയേ ഉള്ളൂ. ദാറ്റ് ഈസ് വെരി ഗുഡ്. കാരണം എന്തുകൊണ്ടാണ്, നമുക്ക് റെക്ടിഫിക്കേഷൻ കൊണ്ട് വേണ്ടത് DC ആണ് അല്ലേ? DC കമ്പോണന്റ് ആണ് നമുക്ക് വേണ്ടത്, പക്ഷേ AC കമ്പോണന്റ് കഷ്ടകാലത്തിന് കടന്നു പോകും. Okay, the AC component is half of that of the DC component. Okay, so this is the ripple factor of the full wave rectifier. ഇനി ഇത് നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയർ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഫോർ എ ഹാഫ് വേവ് റെക്ടിഫയർ, ഫോർ ദ ഹാഫ് വേവ് റെക്ടിഫയർ the R is 1.21. Okay, അപ്പോൾ ഇതിനർത്ഥം AC കമ്പോണന്റ് DC കമ്പോണന്റിനേക്കാളും കൂടുതലാണ്. കാരണം 1.21 ഇൻറ്റു ഇതേപോലെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 1.21 കൊടുക്കുകയാണെങ്കിൽ, okay, if I give for the half wave rectifier, if it is like this, for the half wave rectifier it is 1.21. So this is 1.21, this is 1.21 into this much, which means it is larger than the DC component. DC component നേക്കാളും കൂടുതൽ AC component ആണ് നമ്മുടെ half wave rectifier കയറിയത്. അപ്പോൾ full wave rectifier ഇതിന്റെ ഒരു modification ആണ്. The advantage is that the ripple factor is only
ക്ലോസ് ഈവൻ ലെസർ ദാൻ 0.5. നമ്മൾ ഈ ഒരു കാര്യം, അതായത് ഹാഫ് വേ റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ ഒക്കെ ലാബിൽ ചെയ്യുന്ന കാര്യമാണ് 0.48 നമുക്ക് ഭംഗിയായിട്ട് കിട്ടുകയും ഇഫ് യു ഡു ഇറ്റ് കറക്റ്റ്ലി. ഓക്കെ, the experiment that you do in your lab, you will find out that you will get it as 0.48 or 0.47, something like that. Okay, so this is the ripple factor of the full wave rectifier. Okay, അപ്പോൾ ഇത്രയാണ് നമുക്ക് സെന്റർ ട്രാപ്പ് ഫുൾ വേവ് റെക്ടിഫയറിന്റെ കാര്യത്തിൽ കാണാൻ. ഓക്കെ.